ആരും അല്പം പോലും തെറ്റിദ്ധരിക്കരുത്. എമ്പുരാന്റെ റിവ്യൂ പറയാനല്ല പോങ്ങൻ വന്നത്. എമ്പുരാൻ കണ്ടില്ല, കാണാൻ കിട്ടിയില്ല, അങ്ങനെ പറയുന്നതാണ് അതിന്റെ ശരി. പോങ്ങൻ നല്ലോണം പരിശ്രമിച്ചു, പക്ഷേ ഇരുന്ന് കാണാനൊരു സീറ്റ് കിട്ടിയില്ല. നിന്നും നിലത്തിരുന്നും ഒക്കെ സിനിമ കാണാനുള്ള കഴിവ് ചലച്ചിത്രമേളകൾ തന്നിട്ടുണ്ട്. എന്നാൽ പോങ്ങന്റെ ആ കഴിവ് എമ്പുരാന് മുന്നിൽ വിലപ്പോയില്ല. നിൽക്കാനോ നിലത്തിരിക്കാനോ പോയിട്ട് തിയേറ്റർ മുറ്റത്തൊന്ന് കാലുകുത്താൻ ഈ പോങ്ങന് സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം. യഥാസമയം സാമൂഹ്യ മൂല്യം ഉയർത്താൻ വേണ്ട നീക്കങ്ങൾ നടത്താതെ ഉഴപ്പി ജീവിച്ചതിന് ഈ പോങ്ങനെ ശാസിക്കുന്നത് ഇത്തരം സന്ദർഭങ്ങളിലാണ്. എമ്പുരാന്റെ റിവ്യൂ അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഒരു സഹപോങ്ങൻ അർദ്ധരാത്രി നേരത്ത് വാട്സപ്പിലൂടെ എന്റെ അടുത്തേക്ക് വന്നിരുന്നു. നമ്മുടെ ഈ കോഴിക്കോടൻ നടത്തിയിട്ടുള്ള അസൽ നിരൂപണങ്ങൾ വായിച്ച് സിനിമ കാണാൻ പഠിച്ച ആളുകളിൽ ഒരുവനാണല്ലോ ഈ പോങ്ങനും. അതുകൊണ്ട് റിവ്യൂ എന്ന അപരാധം എന്നിൽ നിന്ന് സംഭവിക്കില്ല എന്ന് എന്റെ ആ സഹപോങ്ങൻ അറിയില്ല. കോഴിക്കോടൻ ജീവിച്ചിട്ടുള്ള മണ്ണിൽ ഒരു കോഴി പോലുമാകാത്ത പോങ്ങൻ സിനിമകളെ നിരൂപിക്കാൻ ശ്രമിക്കുന്നത് വളരെ പരിഹാസ്യമായിട്ടുള്ള സംഗതിയാണെന്ന ബോധം പോങ്ങനുണ്ട്. ഒരു പോങ്ങനായിട്ട് കൂടി ആ ബോധം അല്ലെങ്കിൽ അങ്ങനെ ഒരു വകതിരിവ് പോങ്ങനുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ആ കോഴിക്കോടൻ ഈ പോങ്ങനോട് ചെയ്തത് മഹാ അപരാധമാണെന്ന് വിചാരിക്കുന്നതിൽ പിശകില്ല എന്ന് പറയുന്ന ഒരു അഭിപ്രായവും കിട്ടിയ തക്കത്തിന് പോങ്ങൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. ഈ മനസാക്ഷിയുള്ളവർ മർമ്മപരിജ്ഞാനം സ്വന്തമാക്കിയാൽ സ്വയം തല്ലുകൊള്ളാൻ മാത്രമല്ലേ അവരുടെ ആ അറിവ് ഉപകരിക്കൂ, അല്ലെ? എങ്ങാനും തല്ലാൻ ഒരുത്തൻ വന്നു കഴിഞ്ഞാൽ നോക്കുന്നിടത്തെല്ലാം അവന് മർമ്മമാണുള്ളത്. തൊട്ടാൽ കാറ്റു പോകുമെന്ന് പറയുന്ന ഒരു തോന്നൽ, സഹജീവി സ്നേഹം കലർന്ന ഒരു സഹനസിദ്ധി അദ്ദേഹത്തിൽ അങ്ങോട്ട് ഉണർന്നു പോകും. മർമ്മം അറിയാവുന്നവന് തല്ലിയല്ല, തല്ല് കൊണ്ടുകൊണ്ടേയിരിക്കും, അവൻ തല്ലുകൊണ്ടുകൊണ്ടേയിരിക്കും. മനസാക്ഷിയുള്ളവരുടെ മർമ്മജ്ഞാനം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടക്കച്ചവടമാണ് എന്ന് പറഞ്ഞതുപോലെ സ്വന്തം നിരൂപണങ്ങളിലൂടെ ചലച്ചിത്രങ്ങളുടെ മർമ്മം പുരാതന കേരളത്തിലെ ചലച്ചിത്ര പ്രേമികളെ കോഴിക്കോടൻ പഠിപ്പിച്ചു കളഞ്ഞു. അതുകൊണ്ടൊക്കെ തന്നെ ഞങ്ങൾ പുരാതന കേരളീയർ പണ്ട് സിനിമയെ സിനിമയായി മാത്രമാണ് കണ്ടിരുന്നത്. കോഴിക്കോടൻ നാടു നീങ്ങിയതിനു ശേഷം കേരളത്തിൽ ജനിക്കാൻ ഭാഗ്യം സിദ്ധിച്ചവരാണ് നമ്മുടെ കോക്കുണ്ണികൾ, സംസ്ഥാനത്തെ ആസ്ഥാന നിരൂപകരായിട്ടുള്ള കോക്കുണ്ണികൾ. അതുകൊണ്ടാണ് ചലച്ചിത്ര കേരളത്തിന്റെ ലൂമിയർ സഹോദരങ്ങളാണെന്ന ആത്മവിശ്വാസത്തോടുകൂടി റിവ്യൂ തൊഴിലെടുത്ത് ആദായ നികുതി അടയ്ക്കാൻ അവർക്കാവുന്നത്. മർമ്മജ്ഞാനമില്ലാത്തത് മഹാനുഗ്രഹമായി മാറുന്ന മനോഹരാവസ്ഥ. എന്തായാലും എത്രയും വേഗം പോങ്ങൻ എമ്പുരാൻ കാണാൻ ശ്രമിക്കും. റിവ്യൂ ചരിതം ആട്ടക്കഥ ആടിയില്ല എങ്കിൽ പോലും എമ്പുരാൻ കണ്ടാലുടൻ ആസ്വാദന വിവരണമായി ആ പ്രേക്ഷകാനുഭവം തീർച്ചയായിട്ടും പോങ്ങൻ പങ്കിടുകയും ചെയ്യും. ഒരു കാര്യം ഉറപ്പാണ്, മലയാള ചലച്ചിത്ര ലോകത്തെ എമ്പുരാനോളം ഇളക്കിമറിച്ച മറ്റൊരു സിനിമയും ഉണ്ട് എന്ന് തോന്നുന്നില്ല, കുറഞ്ഞപക്ഷം അടുത്ത കാലത്തായിട്ടെങ്കിലും. അങ്ങനെ ഒരു സിനിമ ഓർമ്മയിലേക്ക് വരുന്നില്ല. ഇത്രമാത്രം ഇളക്കം സൃഷ്ടിച്ച്, ഇത്രമാത്രം ആകാംക്ഷയും പ്രതീക്ഷയും ഉയർത്തിയ, ഇത്രമാത്രം ആഘോഷിക്കപ്പെട്ട മറ്റൊരു സിനിമയും ഉണ്ട് എന്ന് തോന്നുന്നില്ല ഈ അടുത്ത കാലത്ത്. ഇത് വിപണന തന്ത്രത്തിന്റെ വിജയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് മാത്രമേ ഉത്തരം പറയാൻ സാധിക്കൂ. ആ ഉത്തരം വാസ്തവത്തിൽ ശരിയുമായിരിക്കുമെന്നാണ് പോങ്ങന്റെ ഒരു വിശ്വാസം. എമ്പുരാന്റെ പരസ്യപ്പണി എടുത്തവർ നല്ലോണം അധ്വാനിച്ചിട്ടുണ്ട് എന്നുള്ളത് നേരാണ്. പക്ഷെ അവരുടെ വിപണന തന്ത്രത്തിൽ വീണ് ചലച്ചിത്ര ലോകം എമ്പുരാനെ എടുത്ത് അങ്ങോട്ട് തലയിൽ സ്വയം വെച്ചതല്ല. PR പ്രവർത്തകരുടെ വിപണന തന്ത്രത്തെക്കാൾ ഫലം ചെയ്തത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാൽ എന്ന നടനോട് തലമുറ ഭേദം കൂടാതെ മലയാളികൾ സൂക്ഷിക്കുന്ന സ്നേഹമാണ്. അവരുടെ ഉള്ളിലുള്ള മോഹൻലാലിനോടുള്ള സ്നേഹമാണ്. മലയാളികൾക്കിടയിൽ മോഹൻലാലിന്റെ പ്രിയമൂല്യം വളരെ ഉയർന്നതാണ് എന്ന് പറയുന്നത് പരമാർത്ഥമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ PR പ്രവർത്തകരുടെ പ്രവർത്തന ഫലമായി തരപ്പെട്ട വ്യാജപ്രിയമല്ല, കഥാപാത്രങ്ങളിലൂടെ കയറി ഇറങ്ങി മലയാളികളെ രസിപ്പിച്ചും ചിരിപ്പിച്ചും ത്രസിപ്പിച്ചും കരയിപ്പിച്ചും കാമിപ്പിച്ചും പ്രണയിപ്പിച്ചും പരിഭവിപ്പിച്ചും മോഹൻലാൽ സ്വന്തമാക്കിയെടുത്തിട്ടുള്ള നല്ല അസൽ ജൈവപ്രിയമാണ് എമ്പുരാന്റെ ഇളക്കി മറിക്കലിന് പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ പ്രവർത്തിച്ചത്. സത്യത്തിൽ മോഹൻലാലിനെ വാഴ്ത്താനല്ല, അദ്ദേഹത്തിന്റെ വീഴ്ച ഉന്നമിട്ടുള്ള ഒന്നാന്തരം വീഴ്ത്തുപാട്ടും പാടിയാണ് നവകേരളത്തിലൂടെ അഭിനവ PR പാണന്മാർ മലയാളക്കര ചുറ്റിയിട്ടുള്ളത്. ഗൂഗിൾ ആനന്തര കേരളത്തിൽ അതേ സംഭവിച്ചിട്ടുള്ളൂ. എത്രത്തോളം അദ്ദേഹത്തിന്റെ സിനിമകളെ പരാജയപ്പെടുത്താൻ സാധിക്കുമോ അതിനു വേണ്ടുന്ന പരിശ്രമം വളരെ ആത്മാർത്ഥമായി അവർ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. ഒരു സിനിമയെപ്പോലും പച്ച തൊടാൻ സമ്മതിപ്പിക്കാതെ ആകാവുന്നത്ര നിലയിൽ പരാജയപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം. മോഹൻലാലിനെ വീഴ്ത്താനുള്ള അത്തരം PR പരിശ്രമങ്ങളെ തച്ചുടയ്ക്കാൻ തക്ക അസൽ ജൈവപ്രിയം മലയാളി മനസ്സുകളിൽ അവശേഷിക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ എമ്പുരാന് സാധിച്ചു എന്നാണ് പോങ്ങന്റെ ഒരു മനസ്സിലാക്കലും വിശ്വാസവും വിചാരവും. സ്വാഭാവികമായിട്ടും അതൊന്ന് പങ്കുവെക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം പോങ്ങൻ ഇങ്ങോട്ടേക്ക് നാവും എടുത്ത് പോന്നതാണ്. മോഹൻലാൽ ആരാധകരെയും മോഹൻലാൽ വിരോധികളെയും ഒന്നുപോലെ രസിപ്പിക്കാൻ തീർച്ചയായിട്ടും എമ്പുരാന് സാധിക്കട്ടെ എന്ന് വന്ന വകയിൽ ഒരു ആശംസ അർപ്പിച്ചുകൊണ്ട് പോങ്ങൻ മടങ്ങുകയും ചെയ്യുന്നു. ഈ എമ്പുരാൻ ചലച്ചിത്ര ലോകത്തോട് ഒന്നേ പറയുന്നുള്ളൂ, മോഹൻലാലിനോടുള്ള മലയാളികളുടെ ജൈവപ്രിയം എമ്പുരാൻ കടന്നും തുടരും. ആസ്വാദന വിവരണവുമായി വൈകാതെ വരാൻ പോങ്ങൻ ശ്രമിക്കുന്നതാവുമെന്ന ഭീഷണി പറഞ്ഞുകൊണ്ട് ഈ സംസാരം ഇവിടെ ഞാൻ നിർത്തുകയാണ്. എമ്പുരാനിലൂടെ മോഹൻലാൽ മലയാളക്കരയിൽ താരമായും നടനായും തുടരും.
താഴെ ആർക്കടാ പ്രശ്ന? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എമ്പുരാൻ കാണണമെന്നുള്ള ആഗ്രഹം ഇത്രത്തോളം വലിയൊരു തിക്കുമുട്ടലായി പോങ്ങന്റെ മനസ്സിൽ നിറച്ചിട്ടുണ്ട് എങ്കിൽ അതിനു പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് മോഹൻലാൽ എന്ന് പറയുന്ന നടനോടോ താരത്തോടോ ഉള്ള പോങ്ങന്റെ ആ പഴയകാല ഇഷ്ടത്തെ ഉണർത്തിയെടുക്കാൻ എമ്പുരാന് സാധിച്ചു എന്നതുകൊണ്ടോ അതല്ലെങ്കിൽ ഇതിൻ്റെ വിപണന തന്ത്രം ഒരുക്കിയിരിക്കുന്ന ആളുകളുടെ കച്ചവട ബുദ്ധിയോ അതല്ലെങ്കിൽ അവരുടെ സാമർഥ്യമോ ഒന്നുമല്ല. വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാൽ വിരോധികളുടെ, ലാൽ വിരുദ്ധരായിട്ടുള്ള ആളുകളുടെ കാലങ്ങളായിട്ടുള്ള ലാൽ പതനം ആഗ്രഹിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ കണ്ടു മടുത്ത് അതിനോടുള്ള പ്രതിഷേധമായി, അതിനോടുള്ള പ്രതികരണമായിട്ടാണ് എമ്പുരാൻ കാണണം എന്ന് പറയുന്ന ആഗ്രഹം എൻ്റെ ഉള്ളിൽ ഇത്രത്തോളം വലിയ തിക്കുമുട്ടലായി അങ്ങനെ തിങ്ങി വിങ്ങി പോങ്ങനെ പരിഭ്രമിപ്പിച്ചും അലോസരപ്പെടുത്തിയും അസ്വസ്ഥതപ്പെടുത്തിയും ആകാംക്ഷപ്പെടുത്തിയും ആവേശഭരിതനാക്കിയും ഒക്കെ ആ ആഗ്രഹം, എമ്പുരാൻ കാണാനുള്ള ത്വര പോങ്ങനിൽ അങ്ങനെ ഉണർത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് യഥാർത്ഥത്തിൽ ലാൽ വിരുദ്ധർ, ലാൽ വിരോധികൾ. അവരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എമ്പുരാൻ്റെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന പ്രധാന ശക്തി. അവർ തന്നെയാണ്. ഒരിക്കൽ കൂടി എമ്പുരാൻ വിജയിക്കട്ടെ എന്ന് പറയുന്ന ആശംസകൾ അർപ്പിച്ചുകൊണ്ട് മോഹൻലാൽ നടനായും താരമായും ഇവിടെ തുടരും എന്ന് പറയുന്ന പ്രതീക്ഷ, ഉറപ്പ് പങ്കുവെച്ചുകൊണ്ട് തീർച്ചയായിട്ടും പോങ്ങനും